ഈ മഹത്തായ നാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും ദേശീയ പോരാട്ട മൂല്യങ്ങളും അറിയുന്നവർക്കാർക്കും പറയാൻ പറ്റില്ല വന്ദേമാതരം ഈ നാട്ടിൻ ദേശീയ ഗാനമാണെന്ന്. ദേശീയ ഗാനം ഇന്നലെയും ഇന്നും നാളെയും ഒന്നാണ്, അത് ജനഗണമനയാണ്. ആ ദേശീയ ഗാനമാണ് ജനകോടികളെ എന്നും ആവേശം കൊള്ളിക്കുന്നത്. അതിന് പകരമായിട്ട് മറ്റേതോ ഒരു ഗീതം പാടിപ്പിച്ചുകൊണ്ട് RSSന്റെ നയങ്ങളെ നാടിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നീക്കം ദുരദൃഷ്ടപരമാണ്. ഈ നാടത് പൊറുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് ദേശീയ ദിനത്തിൽ, സ്വാതന്ത്ര്യദിനത്തിൽ അത് സർക്കാർ പാടുകയില്ലെങ്കിൽ അത്രയും നല്ലത്. നിലവിൽ ഈ കേന്ദ്രം ഈ രീതിയിലുള്ളൊരു തീരുമാനം എടുക്കുന്നത് സ്വാഭാവികം BJP എന്ന നിലയിൽ. പക്ഷെ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് എത്രത്തോളം അപകടകരമാണ്? അതൊരു വലിയ സൂചനയാണ്. UDF സർക്കാർ വന്ന കാലം മുതൽ പ്രധാനപ്പെട്ട എല്ലാ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും BJPയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ഈ സർക്കാർ നയമായി സ്വീകരിക്കുന്നത്. അതിന് ഏറ്റവും ഗൗരവമേറിയ ഭാഗമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ചീഫ് സെക്രട്ടറി തന്നെ ഒരു സർക്കുലർ ഇറക്കി, വന്ദേ മാതരം കൂടി പാടിയേ തീരുമെന്ന് പറഞ്ഞുകൊണ്ട്. ആ സംശയം എങ്ങനെ ഉണ്ടാകുന്നു? ജനഗണമനയ്ക്ക് പകരമാണ് വന്ദേ മാതരം എന്ന ചിന്ത അങ്ങനെ ഉണ്ടാകുന്നു. അത് ഏതാനും ആഴ്ചകൾ ഈ ചർച്ചയിലെ എല്ലാ വട്ടങ്ങളിലും ചർച്ച വിഷയമാകാൻ വേണ്ടി സർക്കാർ അനുമതി കൊടുത്തു. ഇതങ്ങനെ സാധിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്നവകാശപ്പെടുന്ന ഒരു പാർട്ടി ആണ് കോൺഗ്രസ്. മുഖ്യമന്ത്രിയാകട്ടെ എപ്പോഴും പറഞ്ഞത് അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്നാണ്. പക്ഷേ നാം കാണുന്ന കാഴ്ച എന്താണ്? ഗാന്ധിയെ, നെഹ്റുവിനെ എല്ലാം തള്ളിപ്പറയുന്ന BJP RSS രാഷ്ട്രീയത്തിന്റെയും ആശയത്തിന്റെയും പിൻഗാമികളെ പോലെയാണ് UDF സർക്കാർ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. പല വിഷയങ്ങളിലും നാം ആ കാഴ്ച കാണുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആശയക്കുഴപ്പവും ഇവിടെ സർക്കാർ നയിച്ചത്. അത് ഭാവിയിലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ഇന്ത്യക്കാരോടും അറിയിക്കുന്നു, വിശ്വസ്നേഹങ്ങളെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ ദേശീയ മൂല്യങ്ങളെ, അടിസ്ഥാനം ജനാധിപത്യമാണ്, മതേതരത്വമാണ്, സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങളാണ്, രാഷ്ട്രപരമാധികാരമാണ്. അതാണ് ഇന്ത്യയുടെ ദേശീയ മൂല്യങ്ങൾ. ആ മൂല്യങ്ങളെല്ലാം നിരാകരിക്കുന്ന BJP RSS വഴിയിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന UDF ഗവൺമെന്റിന്റെ നീക്കത്തെപ്പറ്റി കരുതിയിരിക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ടെന്ന് കൂടി പറയാൻ ഇപ്പോൾ നിർബന്ധിതമാണ്. അത് പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ അത് പറഞ്ഞേ തീരൂ. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.